ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. നമുക്ക് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റില് ഹാങ്ഡ്മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി, ദ ചാരിയറ്റിൻ്റെ എനർജി ഉണ്ട്. ദ വേൾഡിൻ്റെ എനർജി. Six of Wands, Queen of Cups, the Lovers, Seven of Pentacles, Seven of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് വാൺസ് ആണ്. 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വാൺസ് ഫയർ സൈൻ ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഫയർ സൈൻ കണ്ടില്ലേ, ആവേശമാണ്. എന്തും നേടിയെടുക്കണമെന്നുള്ള ആവേശം. അതായത് ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു എനർജിയാണ്. അത് വളരെയധികം പാഷനേറ്റ് ആണ് എന്നാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ഫയർ സൈനാണ്. അപ്പോൾ ഈ ഒരു ആവേശം എന്ന് പറയുന്നത് എന്താണ്? കത്തിജ്വലിക്കുന്ന ഒരു ആവേശമാണ്. അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ മുൻപ് തൊട്ടേ എഫേർട്ട് എടുത്തിരുന്ന ചില കാര്യങ്ങളാവാം. അതിന് നിങ്ങൾ വളരെയധികം ആവേശപൂർവ്വം നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പോൾ ദ വേൾഡ് കണ്ടില്ലേ, വേൾഡാണ്, വിദേശം, മറ്റ് രാജ്യങ്ങളാണ്. അന്യരാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹമായിരിക്കും. ആ ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള കാത്തുനിൽപ്പാണ്, വെയിറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തി, പഠനങ്ങളെല്ലാം നടത്തിയിട്ട് എന്തിനോ വേണ്ടി ഒരു തുടക്കത്തിന് വേണ്ടി, പുതിയൊരു തുടക്കത്തിന്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് പോകാനുള്ള ചില ആഗ്രഹങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിനൊരു തുടക്കം ഇവിടെ വരുത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പോയ കാലത്തെ ചിന്തകളിൽ നിന്നും ഒരു മോചനമൊക്കെ നേടിയിട്ട് മുന്നോട്ട് വരാനുള്ള ആഗ്രഹമാണ് ഇവിടെ വീണ്ടും കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ്? മാറ്റങ്ങളുടേതായ തുടക്കമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ മാറ്റം വരാൻ പോകുന്നു. നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ആ ഒരു ജീവിതത്തിൻ്റെ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചാരിയറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഹാർമണി എനർജിയാണ്, അതുപോലെ പാർട്ണർഷിപ്പിൻ്റെ എനർജി, അതുപോലെ ഇവിടെ എന്താണ്, കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള എനർജിയാണ്. അത് ഏതൊരു കാര്യത്തിലും. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഏതൊരു കാര്യത്തിലൂടെ ആയാലും ഇപ്പോൾ പോകാനുള്ളത് എങ്ങനെയാണോ അതുപോലെ ദൈവാനുഗ്രഹം ലഭിച്ചിട്ട് നല്ല ഒരു വേയിലൂടെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആൻഡ് വിക്ടറിയാണ് ലഭിക്കാൻ പോകുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മുന്നോട്ട് വരണം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സന്തോഷത്തിലൂടെ
മുന്നോട്ട് വരുമ്പോഴാണ് നല്ല ദൈവാനുഗ്രഹം ലഭിച്ചിട്ട് നല്ല ഒരു കോംപ്രമൈസിലൂടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും പങ്കെടുത്ത് അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും സംയോജനം നടത്തിക്കൊണ്ട് യോജിച്ചുകൊണ്ട് തന്നെയും മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സുഖമായാലും ദുഃഖമായാലും അതിനെ ഒരേപോലെ കാണുക, മിതത്വം പാലിച്ച് മുന്നോട്ട് വരിക, അതാണ് ഇവിടെ നിങ്ങൾ ശീലിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിലൂടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാതെ തന്നിൽ എന്താണ് കഴിവുള്ളത് ആ കഴിവിനെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് ആ കഴിവിനെ ഉത്സാഹം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് മനസ്സിലായി, അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വിജയത്തിലേക്ക് വരാനാണ് പലരും ഇവിടെ ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നിങ്ങൾക്കൊരു നല്ല സക്സസ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ വാഹനം വാങ്ങിക്കാനുള്ള എനർജി ഉണ്ടാവാം, അങ്ങനെ പലർക്കും എനർജി ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ദൈവാനുഗ്രഹത്തിനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യാത്രകളിലെ സഫലത, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെയുള്ള ഒരു സഫലതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ റീയൂണിയൻ നടക്കാനുള്ള സാധ്യത, മനസ്സിലായോ? അങ്ങനെ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വരാതിരുന്ന പാർട്ട്ണർ തിരിച്ചു വരുന്നതായിട്ടും ഈ ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കാരണം ഇവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്തയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരേപോലെ സഹകരിച്ചിരുന്ന, അതുവരെ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് പോയിരുന്ന ചില ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളോട് മിണ്ടാതെയാവുമ്പോൾ ഇവിടെ എന്താണ്, ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നു. അത് വളരെയധികം നെഗറ്റീവ് എനർജി നിങ്ങളിൽ തങ്ങി നിർത്തുന്നു അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളതിനെ എത്രമാത്രം നിങ്ങളതിനെ ഉള്ളിലേക്ക് എടുക്കുന്നു, ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് സ്വയം നെഗറ്റീവ് ആകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വിചാരങ്ങളിലൂടെ നിൽക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും മാറുന്നതാണ്. ഈ ഒരു നിശബ്ദത അല്ലെങ്കിൽ ഈ ഒരു നിശ്ചലത നിങ്ങളിൽ നിന്നും മാറിയിട്ട് നിങ്ങളിവിടെ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരുന്ന എനർജി കാണുന്നുണ്ട്. ഇവിടെ ചിലരൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ജോലി ചെയ്യാനായാലും മറ്റു ചില ബന്ധങ്ങളിലേക്ക് വരാനായാലും ഉത്സാഹപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അതുപോലെ തന്നെ പലർക്കും ബുദ്ധിയും വിവരവും എല്ലാം ഉണ്ട്. എന്നാൽ തന്നെയും മുന്നോട്ട് പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് അവിടെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? പെട്ടെന്ന് ചില ഐഡിയാസ് മാറ്റിയെടുത്ത് അല്ലെങ്കിൽ പുതിയൊരു വിഷനിലൂടെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുവരാൻ പലർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ആ സാഹചര്യത്തെ മറികടന്ന് നിങ്ങൾക്ക് പുതിയ ഐഡിയയിലൂടെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ ചോയ്സസ് ധാരാളം നിങ്ങളുടെ മുൻപിലുണ്ട്. മാരേജ് കാര്യത്തിലായാലും അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യത്തിലായാലും ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എങ്ങനെ വേണം എന്ന് ഒരു നിമിഷം പകച്ചു പോകും. പക്ഷെ പിന്നീടും എന്താണ് അതിലൂടെ മുന്നോട്ട് വരാൻ കഴിയാതിരിക്കില്ല. ഇവിടെ ക്ഷമയോടുകൂടി അതിനായിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ട് എങ്കിൽ ഇവിടെ പലരും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതിനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ധാരാളം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെന്തോ നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ പാർട്ട്ണർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, അതല്ല എങ്കിൽ നഷ്ടപ്പെട്ട സാമ്പത്തികത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. എന്തായാലും നിങ്ങളിവിടെ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു കാത്തിരിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു എനർജി ദൈവികമായ ഒരു അനുഗ്രഹത്തോടുകൂടി അത് നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ചില കാര്യങ്ങളാവാം, ചില സാഹചര്യമാവാം,
ചില വ്യക്തികളാവാം. അതൊക്കെ നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നു, കൂടിച്ചേരുന്നു. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ നിങ്ങളുമായിട്ട് ആ ഒരു സാഹചര്യം അടുത്ത് ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾക്കും വേണ്ടി എന്താണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ്. പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും. എന്നിരുന്നാൽ കൂടെയും താൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കണം എന്ന് കരുതിക്കൊണ്ട് മാത്രം ഇവിടെ ഡിവൈനോട് പ്രാർത്ഥന നടത്തിയിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് വളരെ വലിയ സക്സസ് ആണ് തരുന്നത് എന്നാണ് അടുത്തതായിട്ട് 6 of Wands ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? വൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ പറഞ്ഞില്ല, പെൻറ്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജോലിക്കാര്യത്തിലാവാം. മനസ്സിലായി? നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ചില അവാർഡുകൾ, റിവാർഡുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതും, നല്ല ഒരു ജോലിക്കാര്യത്തിലൊക്കെ ഇരിക്കുന്നവർ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം അത്രമാത്രം വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഈ വിക്ടറി ആൻഡ് സക്സസ് ആണ് ചാരിയറ്റ് കാർഡും പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ നടക്കാനുള്ള സാധ്യത, പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ തമ്മിലുള്ളത്. ഇവിടെയോ വിവാഹത്തിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. മാരേജ് പ്രപ്പോസൽ വരാം, അല്ലെങ്കിൽ മാരേജ് നടക്കുന്ന എനർജി, പിരിഞ്ഞു പോയവർ തിരികെ വരുന്ന എനർജി. അതുപോലെ മറ്റേതെങ്കിലും ചില സാഹചര്യങ്ങൾ, സന്തോഷം തരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റും. ഹോപ്പാണ് വന്നിരിക്കുന്നത്. സേക്രൽ ചക്ര, റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ്. ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 6 ആണ് നമ്പർ. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ചാരിയറ്റ് എനർജി വന്നിരിക്കുന്നു. ആ ചാരിയറ്റ് എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി ആൻഡ് സക്സസ് ഉടനെ തന്നെ വരും എന്നുള്ളത്. അപ്പോൾ നല്ല ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പവർ വർദ്ധിക്കുന്നു. കണ്ടില്ലേ? ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന പവറാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കഴിവ് വർദ്ധിക്കുന്നു. 8 ആണ് നമ്പർ. വളരെയധികം ദൈവാനുഗ്രഹമുള്ള നമ്പറാണിത്. അതുപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ലിയോ എനർജിയാണ്. ഇത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയും എന്താണ്? 8 എന്നുള്ള നമ്പറാണ്. 1 + 7 8 ആണ്. കണ്ടില്ലേ? ഇതും വളരെയധികം പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. നിങ്ങളിലേക്ക് നല്ല കറേജ് വരുന്നുണ്ട്. നല്ല മാനസികമായ നല്ല ഉന്മേഷം, ഉത്സാഹം ഒക്കെ വരുത്തുന്ന എനർജിയാണ് ഇത്. അതായത് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളിലുള്ള ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ വെളിച്ചം. കണ്ടില്ലേ? നിങ്ങളിലേക്ക് വെളിച്ചത്തിൻ്റെ ഒരു വരവാണ്. ഇതുവരെ നിങ്ങൾക്ക് ഇരുളടഞ്ഞ റൂമിലായിരിക്കാം നിങ്ങൾ കഴിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഒരു പ്രകൃതിയിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു ജീവിതം തന്നെ നിങ്ങളുടേത് ഇരുളടഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അത് ദുഃഖത്തിൻ്റേതായിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വെളിച്ചം കണ്ടുള്ള ഒരു യാത്രയിലേക്കാണ് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അത്രമാത്രം നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. മുന്നോട്ടുള്ള ഒരു യാത്ര. ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? സക്സസ്സിലേക്കാണ് വരുന്നത് എന്ന് കാണുന്നു. അതുപോലെ ഇവിടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷനാണ്. 7 ചക്രാസിൽ രണ്ടാമതായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? റൂട്ട് ചക്ര. അതിനും തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് സേക്രൽ ചക്ര. ഓറഞ്ച് കലർന്ന തവിട്ട് നിറത്തിലുള്ള ചക്രയാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങളിലുള്ള ഓരോരുത്തരിലും ഉണ്ട് ഓരോ ക്രിയേറ്റീവ് പവർ. ജന്മനാ തന്നെ പലർക്കും കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നത്. പിന്നെ ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ചക്രയെ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രയോജനം നിങ്ങളിലേക്ക്
ലഭിക്കുന്നതാണ്. ക്രിയേറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ചക്രയെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തി മാറ്റാൻ സാധിക്കും. അതിനെ തന്നെ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഏതൊരു കഴിവുണ്ടോ അതിനെ നിങ്ങൾക്ക് എത്ര ചെറിയ നിസ്സാരമായൊരു കഴിവായാലും അതിനെ നിങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് ആണ് പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു. കാരണം നിങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുകയായിരിക്കാം, നിങ്ങളിപ്പോൾ വിശ്രമിക്കുന്ന ഒരു സമയമാവാം. കാരണം എന്താണ്, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന ഒരു സമയമാകാം, അല്ലെങ്കിൽ ഇരുളിലായിരിക്കാം നിങ്ങളുടെ ജീവിതം. കണ്ടില്ലേ, ഇവിടെ ഹോപ്പ് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പലരും ഇരുളിലാണ്ട ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു കാര്യങ്ങൾക്കും ഒരു പ്രതീക്ഷയില്ല, ഒരു കാര്യങ്ങൾക്കും ഒരു സക്സസ് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിരാശയിൽ കഴിഞ്ഞ ഒരു ലൈഫ് ഉണ്ടായിരിക്കാം. ഇവിടെ അതൊരു റെസ്റ്റ് എടുക്കുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാം. അപ്പോൾ ഈ സ്റ്റക്നെസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് റെസ്റ്റിംഗ് പീരീഡാണ്, അതിനായിട്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിത് എന്ന് മാത്രം വിചാരിക്കുക. മനസ്സിലായി? അപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഈ ഒരു സമയം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഹാങ്ഡ് മാൻ്റെ എനർജി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സമയം വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് മുന്നോട്ട് വളരെയധികം സക്സസ്സിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അവിടെ തന്നെ നിൽക്കില്ല ആരും. സ്റ്റക്കായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ തന്നെ ആരും നിൽക്കില്ല. മുന്നോട്ട് പിന്നെ പുതിയ ഐഡിയാസ് കണ്ടുപിടിച്ച് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അത് പോകാനായിട്ട് ദൈവം നമുക്കൊരു കഴിവ് തരും, യൂണിവേഴ്സ് അതിനായിട്ടുള്ള എനർജി തരും. മനസ്സിലായി? യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതെല്ലാം തരും. നിങ്ങളെ നല്ലതായിട്ട് പഠിപ്പിക്കാൻ, നല്ലതായിട്ടൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തരുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പിന്നീട് വരുന്നത്, എന്താണ്, റിജുവിനേറ്റ് ആണ്. ഈ ഒരു തളിർത്തു കൊടുത്ത് നല്ല ഒരു ഉന്മേഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. പഴയതിനെ അപേക്ഷിച്ച് ഇരട്ടി ധൈര്യം സംഭരിച്ചുകൊണ്ട്, ഇരട്ടി ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. ഇതെല്ലാവർക്കും സന്തോഷത്തെ ഒരുപാട് തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.